കൊല്ലം കൊട്ടാരക്കര അമ്പലക്കരയിൽ CPIM പ്രവർത്തകർക്ക് നേരെ RSS ആക്രമണം. CPIM പ്രവർത്തകൻ അനോജിന് വെട്ടേറ്റു. ആക്രമണത്തിൽ 5 CPIM പ്രവർത്തകർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്നും ചേരുന്നു. രാജ്കുമാർ, സംഭവം എന്താണ്? തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തിരുന്നു. ആ സമയം മുതൽ തന്നെ CPM പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെ RSS BJP ആക്രമണം നടത്തി വരികയായിരുന്നു. തിരിച്ചും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഘർഷം അവിടെ തുടർന്നിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി 10 മണിക്കുണ്ടായ സംഭവങ്ങൾ ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു. വിവാഹ വീട്ടിൽ അവിടെ വെച്ചുണ്ടായ സ്വകാര്യമായ പ്രശ്നങ്ങൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയായിരുന്നു. സംഘടിച്ചെത്തിയ ആയുധങ്ങളുമായി എത്തിയ RSS പ്രവർത്തകർ ഈ അമ്പലക്കരയിലെ CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ആദ്യം അഴിച്ചുവിട്ടു. രാമദാസിന്റെ വീട്ടില് കാക്കോച്ചിൽ ഉണ്ടായിരുന്ന ബൈക്ക് അടിച്ച് തകർക്കുകയായിരുന്നു. തുടർന്ന് ജംഗ്ഷനിലുണ്ടായിരുന്ന അനോജ്, രാഹുൽ, അരുൺ, പ്രമോദ്, രാജീവ് എന്നിവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇതിൽ അനോജിന്റെ കാൽപാദത്തിനാണ് വടിവാൾ കൊണ്ടുള്ള വെട്ടേറ്റത്. ഗുരുതര പരിക്കുകളോടെ അനോജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ള 5 പേരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പോലീസ് ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPM ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അടിച്ചു തകർത്ത ബൈക്ക് കൊട്ടാരക്കര SI അവിടെ നിന്ന് അത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസ് അതേസമയം ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നുമില്ല. തകർത്ത ബൈക്ക് ഇപ്പൊ കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സ്ഥലത്തെ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ല. കൂടുതൽ പോലീസ് സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ MP സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് കൊല്ലം കൊട്ടാരക്കര MLA ഐഷ പോറ്റി കൊട്ടാരക്കര പോലീസ് സ്വീകരിക്കുന്ന ഇതിൽ ഏകപക്ഷീയമായ നിലപാടുകൾ പ്രതിഷേധിച്ച് ഇന്ന് DGPക്ക് പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. കൊട്ടാരക്കര അമ്പലക്കരയിൽ CPIM പ്രവർത്തകർക്ക് നേരെ RSS ആക്രമണം. CPIM പ്രവർത്തകന് വെട്ടേറ്റു. 5 പേർക്ക് പരിക്കേറ്റു.